Hi all, welcome to Learnino. നമുക്ക് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസിന്റെ മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 പാർട്ട് എ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എ, അതായത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മൊഡ്യൂൾ 1 ഇലക്ട്രോ കെമിസ്ട്രിയും മൊഡ്യൂൾ 2 എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷനിലെയും നമുക്ക് നോക്കാം. ഓക്കെ, പാർട്ട് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഗാൽവാനിക് സീരീസ്? How is galvanic series advantages over electrochemical series in corrosion chemistry? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 3 മാർക്കിന്. എന്താണ് ഗാൽവാനിക് സീരീസ്? Relative corrosion affinities of metals and alloys can be explained by using a series called galvanic series. മെറ്റൽസിൻ്റെയും അലോയ്സിൻ്റെയും കൊറോഷൻ ടെൻഡൻസിയെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് ഗാൽവാനിക് സീരീസ്. ദിസ് ഈസ് പ്രിപ്പയർഡ് ബൈ സ്റ്റഡിയിങ് corrosion affinities of metals and alloys in unpolluted seawater without their oxide films. അതായത് മെറ്റൽസിനെയും അലോയ്സിനെയും അൺപൊല്യൂട്ടഡ് സീ വാട്ടറിൽ എടുത്തു വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗാൽവാനിക് സീരീസ് എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. സോ റിലേറ്റീവ് കൊറോഷൻ അഫിനിറ്റീസ് ഓഫ് മെറ്റൽസ് ആൻഡ് അലോയ്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് എ സീരീസ് കാൾഡ് galvanic series. Difference between electrochemical series and galvanic series. First one is electrochemical series is based on electrode potential. Electrode potential the basis on electrochemical series. Galvanic series a corrosion tendency. In electrochemical series, each element position is fixed. എല്ലാ എലമെന്റ്സിനും ഒരു പൊസിഷൻ ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. പക്ഷേ ഗാൽവാനിക് സീരീസിൽ മെറ്റൽസിന്റെയും അലോയ്സിന്റെയും പൊസിഷൻ ഫിക്സ്ഡ് അല്ല. നോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് പൊസിഷൻ ഓഫ് അലോയ്സ്. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ അലോയ്സിനെ പറ്റി പറയുന്നില്ല, ഗാൽവാനിക് സീരീസിൽ അലോയ്സിനെ പറ്റി പറയുന്നുണ്ട്. Electrochemical series contains metals and non-metals, while galvanic series contains metals and alloys. It gives information of relative displacement tendency. Electrochemical series displacement tendency ആണ് പറയുന്നതെങ്കിൽ ഗാൽവാനിക് സീരീസിൽ പറയുന്നത് corrosion tendency പറ്റിയാണ്. In electrochemical series, E0 can be measured by dipping pure metal in their 1 molar solution. അതായത് ഇപ്പോൾ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അവരെ സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യാം. അതുപോലെ അതിന്റെ തന്നെ 1 മോളാർ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് E0 വാല്യൂ കണ്ടുപിടിക്കുന്നത്. Then E0 value is measured by dipping metals and alloys in unpolluted seawater. Unpolluted seawaterൽ മെറ്റൽസിനെയും അലോയ്സിനെയും ഡിപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ E0 വാല്യൂ കണ്ടുപിടിക്കുന്നത്. In electrochemical series, SH is used as reference electrode, while in galvanic series, Calomel electrode is used as the reference electrode. അപ്പോൾ ഏതെങ്കിലും ഒരു 3 ഡിഫറൻസ് പഠിച്ചു വെച്ചിരുന്നാലും മതി, എളുപ്പമുള്ള 3 ഡിഫറൻസ്. Then second question is, why full charging is not allowed in lithium ion cell? Lithium ion cellൽ എന്തുകൊണ്ടാണ് full charging allowed ആവാത്തത്? Lithium ion cell is a rechargeable battery in which lithium ion moves between cathode and anode during charging and discharging. ചാർജിങ് സമയത്തും ഡിസ്ചാർജിങ് സമയത്തും ലിഥിയം അയോൺ ആണ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. In lithium ion battery, anode is graphite in which lithium atoms are inserted between the layers. So it is called a lithiated graphite. Cathode is lithium cobalt oxide. അപ്പോൾ നമുക്കറിയാം ഈ ലിഥിയം അയോൺ ബാറ്ററിയുടെ ആനോഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും കാഥോഡ് എന്ന് പറയുന്നത് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡും ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം സാൾട്ടുമാണ്. ഇനി ലിഥിയം അയോൺ ബാറ്ററി ഫുള്ളി ചാർജ് ആവണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എക്സിന്റെ ഭാഗത്ത് x = 1 വരും. x = 1 വരുന്ന സമയത്ത് Li 1 - x COO2 എന്നാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ Li 1 - x COO2 എന്ന് വരുമ്പോഴത്തേക്കിന് എക്സിന് അവിടെ 1 വരുമ്പോൾ 1 - 1 0 ആയി പോകും. സോ നമ്മുടെ ആ ലിഥിയം എന്ന് പറയുന്ന ടേം അവിടെ എന്താവും, ഇല്ലാതെയാകും. ഓക്കെ, ലിഥിയം എന്ന് പറയുന്ന ടേം നമുക്കവിടെ ഇല്ലാതെയാകും. ഓക്കെ, Li എന്ന് പറയുന്ന ടേം നമുക്കവിടെ ഇല്ലാതെയാകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാക്കി വരുന്നത് COO2 ആണ്. COO2 is a highly explosive material. ഇപ്പോൾ ലിഥിയം ഇല്ലാതെ കൊബാൾട്ട് ഓക്സൈഡ് മാത്രം നിൽക്കുവാണെങ്കിൽ അത് വളരെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ലിഥിയം അയോൺ ബാറ്ററി 90% വരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ചാർജ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതും ഒരു 3 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
Then third question is represent the electrode reaction at different electrodes of lithium ion cell during discharging. അപ്പോൾ ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും സമയത്തുള്ള ഇക്വേഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ചാർജിങ് സമയത്ത് ഈ ലിഥിയം അയോൺ ബാറ്ററി ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അവിടെ കാഥോഡിലാണ് എന്ത് നടക്കുന്നത്, ഓക്സിഡേഷൻ നടക്കുന്നത്, ആനോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് അത് ഡിസ്ചാർജിങ് സമയത്ത് ആക്ട് ചെയ്യുമ്പോൾ നേരെ അത് എന്ത് ചെയ്യും, തിരിഞ്ഞു വരും. സോ കാഥോഡിൽ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ചാർജ് ചെയ്യുന്ന സമയത്ത് Li1 - XCOO2 പ്ലസ് XLi പ്ലസ് X ഇലക്ട്രോൺ. ഡിസ്ചാർജ് സമയത്താണെങ്കിൽ ഇത് നേരെ തിരിച്ചു വരും. Li1 - XCOO2 പ്ലസ് XLi പ്ലസ് X ഇലക്ട്രോൺ ഗീവ്സ് LiCOO2. ആനോഡും അതുപോലെ തന്നെ 6C പ്ലസ് XLi പ്ലസ് X ഇലക്ട്രോൺ ആണ് നമുക്ക് ചാർജിങ് സമയത്ത് വരുന്നത്. സോ വി ഗെറ്റ് LiXC6. ഡിസ്ചാർജിങ് വരുമ്പം നേരെ തിരിച്ചു വരും. അപ്പോൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ട് നേരെ തിരിഞ്ഞാൽ മതി. അതായത് ചാർജിങ് സമയത്ത് ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു, ഡിസ്ചാർജിങ് സമയത്ത് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തരം ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് 90% മാത്രം ചാർജ് ചെയ്യുന്നത്? ഇവിടെ കണ്ടോ, 1 - XCOO2. ആ X = 1 ആകുമ്പം ഇവിടെ ലിഥിയം എന്ന് പറയുന്ന ടേം എന്ത് ചെയ്യും, ഇല്ലാതാവും. There only cobalt oxide. It is very highly explosive. Okay. Fourth question. Calculate the EMF of cell Zn bar Zn2 plus 0.01 molar, Cu2 plus 0.1 molar. Write its half cell reaction. E0 of zinc is -0.76 and copper is +0.34. അപ്പം നേൺസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു EMF കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ സിങ്ക് കോപ്പർ സെല്ലാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. സോ സിങ്ക് ഈസ് ആനോഡ് ആൻഡ് കോപ്പർ ഈസ് കാഥോഡ്. അപ്പോൾ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഗാൽവാനിക് സെല്ലിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Zn plus U2 plus gives Zn2 plus Cu. നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. E cell is equal to E0 cell plus 0.0591 by n into log എന്താണ്, കാഥോഡ് ബൈ ആനോഡ്. ദാറ്റ് ഈസ് എന്നിന്റെ പകരം 2, കാഥോഡ് ഈസ് U2 പ്ലസ് ആൻഡ് ആനോഡ് ഈസ് Zn2. അപ്പോൾ E0 സെൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡാനിയൽ സെല്ലിന്റെ E0 സെൽ എന്താണ്, 1 - 1 ആണ്. സോറി 1.1 ആണ്. E0 സെൽ കണ്ടുപിടിക്കുന്നത് E0 കാഥോഡ് മൈനസ് E0 ആനോഡ്, ഓർ E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ്. അത് 1.1 വോൾട്ട് ആണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുക. ദെൻ ബാക്കി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് കോൺസെൻട്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗോട്ട് ദ ഫൈനൽ ആൻസർ 1.129 വോൾട്ട്. ഈ പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ E0 വാല്യൂ ചിലപ്പോൾ തരത്തില്ല, രണ്ടിൻ്റെ വാല്യൂ സെപ്പറേറ്റ് വരും. E0 വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കുക, E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ. Then fifth question is also a problem. Calculate the EMF of the following cell at zinc cadmium. രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, രണ്ടിൻ്റെയും E0 വാല്യൂ തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് E0 വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ E0 വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് സിങ്കും കാഡ്മിയവും ആണ്. അപ്പോൾ കാഡ്മിയത്തിൽ നിന്റെ വാല്യൂവിൽ നിന്ന് സിങ്കിന്റെ വാല്യൂ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ദെൻ നമുക്ക് E0 സെൽ വാല്യൂ 0.357 വോൾട്ട് എന്ന് കിട്ടും. ദെൻ നേൺസ്റ്റ് ഇക്വേഷൻ കൊടുക്കുക. E cell is equal to E0 cell plus 0.0591 by n പകരം 2 log കാഥോഡ് CD by Zn2 പ്ലസ് ചെയ്യുമ്പോൾ 0.436 എന്ന് വരും. നേരത്തെ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെ. ആനോഡും കാഥോഡിലും വ്യത്യാസവും കോൺസെൻട്രേഷനിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു പ്രോബ്ലം എന്തായാലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. 3 മാർക്കിലും പ്രതീക്ഷിക്കാം, എസ്സേയുടെ ഒരു പാർട്ടായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. Then sixth question. Can a nickel spatula used to stir copper sulfate solution? ഇത് K2 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഈ ഒരു 24 സ്കീമിലും നമുക്ക് വരുന്നുണ്ട്. അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റിർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു നിക്കലിന്റെ സ്പാച്ചുല യൂസ് ചെയ്യാൻ പറ്റുമോ, അത് കറക്റ്റ് ആണോ? അത് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷനായ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ പറയുന്നത്.
ഇവിടെ നിക്കൽ സ്പാച്ചുല ഉപയോഗിച്ച് സ്റ്റിർ ചെയ്യാൻ കഴിയില്ല. കാരണം സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. അതായത് നിക്കൽ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് വരും? നിക്കൽ സൾഫേറ്റും കോപ്പറുമായിട്ട് മാറും. കോപ്പറിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നിക്കൽ വരും. ഓക്കെ, it will displace copper from copper sulfate. In displacement reaction, more reactive metal displaces less reactive metal. ഇത് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇനി മൊഡ്യൂൾ 2-ലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ സോൾജൽ മെത്തേഡ് ഓഫ് നാനോ മെറ്റീരിയൽ സിന്തസിസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സോൾജൽ മെത്തേഡ്. അതിൽ 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. മെയിൻ ആയിട്ടും സോൾജൽ ട്രാൻസ്ഫോർമേഷൻ, പ്യൂരിഫിക്കേഷൻ, ജെൽ ഡ്രൈയിങ്, ദെൻ പിന്നെ ആ ഒരു സിന്തസിസും. അപ്പോൾ സോൾജൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് സോളിനെ ജെല്ലാക്കി ട്രാൻസ്ഫർ ചെയ്യുക ബൈ ചേഞ്ചിങ് ദ pH. ദെൻ ഈ ജെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുക. Then gel drying. Corresponding solid nanoparticles are obtained after drying the gel. ഏതാണോ നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ അലുമിനിയത്തിനെയാണ് എടുക്കുന്നതെങ്കിൽ സോളിനെ ജെല്ലാക്കുക, ജെല്ലിനെ ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അലുമിനിയത്തിൻ്റെ നാനോ പാർട്ടിക്കിളാണ് കിട്ടുന്നത്. നമുക്ക് സൂപ്പർ ക്രിട്ടിക്കൽ ഡ്രൈയിങ് ഉണ്ട്, ഹൈ ടെമ്പറേച്ചറിലുള്ള ഡ്രൈയിങ്, ദെൻ തെർമൽ ഡ്രൈയിങ്, നോർമൽ ടെമ്പറേച്ചറിലുള്ള ഡ്രൈയിങ് ഉണ്ട്, ഫ്രീസിങ് ഡ്രൈ, അതായത് ലോ ടെമ്പറേച്ചറിലുള്ളത്. അപ്പോൾ ഓരോ രീതിയിലാണ് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നത്. ദെൻ ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഫിൽട്രേഷൻ, വാഷിംഗ്, ഡ്രൈയിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഏജിങ് ആൻഡ് ഡ്രൈ. ഇത്രയും മെത്തേഡിലൂടെയാണ് നമ്മൾ സോൾ ജെൽ ഉപയോഗിച്ചിട്ട് ഒരു നാനോ മെറ്റീരിയലിനെ സിന്തസൈസ് ചെയ്തെടുക്കുന്നത്. Then give any 3 applications of nanomaterial. ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ ഇലക്ട്രോണിക്സിലുള്ള ആപ്ലിക്കേഷൻസും മെഡിസിൻ, എനർജി ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ആപ്ലിക്കേഷൻ എഴുതാം. 3 പോയിന്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. Question, list any 3 properties of graphene. Graphene ഏതെങ്കിലും 3 property. It is also one of the finest and strongest material. It conduct heat better than all other material. നന്നായിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ഒപ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ്, ഹൈ സർഫസ് ഏരിയ. ഏതെങ്കിലും ഒരു 3 പോയിന്റ് പഠിക്കുക. 3 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. Then list any 3 application of carbon nanotube. Carbon nanotubes led to a new generation of electronic devices. New generation electronic devices use ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ വാൾഡ് കാർബൺ നാനോട്യൂബ് സ്ട്രോങ്ങർ ആണ്, ലൈറ്റർ ദാൻ സ്റ്റീൽ ആണ്. അതുപോലെ തന്നെ മൾട്ടി വാൾഡ് കാർബൺ നാനോട്യൂബ് ഹാസ് എ ഗുഡ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് ആൻഡ് ദേ ഫൈൻഡ് യൂസ് ഇൻ കെമിക്കൽ സെൻസേഴ്സ് ആൻഡ് കണ്ടക്റ്റിംഗ് പെയിൻസ്. മൾട്ടി വാൾഡ് കാർബൺ നാനോട്യൂബ്സ് ആണെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. Then fifth question, what are carbon quantum dots? Its property and application. Carbon quantum dots are nanocrystal particles. They are made from some semiconductor materials like lead sulfide, cadmium, telluride, etc. ഒരു 0 dimension nanomaterial ആണ്. ഈ പറഞ്ഞ സെമി കണ്ടക്ടറിൽ നിന്നാണ് അത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. പ്രോപ്പർട്ടി വരുമ്പോൾ emit light of a specific wavelength when exposed to light. Smaller quantum dots emit light in shorter wavelength. Larger quantum dots ആണെങ്കിൽ longer wavelength ഉള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നു. The emission wavelength can tuned by changing their size, shape, material by doping the quantum dots. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും emission wavelength. Application, it is used in single electron transistors, used in solar cells, LED, laser, single photon sources. ഇതിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. Then illustrate the applications of conducting polymers. Electricity conduct ചെയ്യുന്ന polymers ആണ് conducting polymers. അതിന്റെ applications. They can be used in rechargeable batteries. Rechargeable batteries യൂസ് ചെയ്യുന്നുണ്ട്, analytical sensors യൂസ് ചെയ്യുന്നുണ്ട്, for making ion exchanges etc. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ conducting polymers യൂസ് ചെയ്യുന്നുണ്ട്. Then seventh question, write the synthesis of polypyrrole. പോളിപൈറോളിനെ നമുക്ക് എങ്ങനെ സിന്തസൈസ് ചെയ്യാം? പോളിപൈറോളിനെ സിന്തസൈസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമുക്ക് പകുതി മാർക്ക് വരുന്നത് ഈ ഒരു ഡയഗ്രാം വരയ്ക്കുന്നതിനാണ്. സോ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ, അതായത് പൈറോളിനെ എടുത്തിട്ട് അതിനെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോളിപൈറോൾ കിട്ടും. അപ്പം ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് മാർക്കുള്ളത്. പകുതി മാർക്ക്, 3 മാർക്കിൽ 2 മാർക്ക് നമുക്ക് വരുന്നത് ഇക്വേഷനിലാണ്. ഓക്കെ. Then 8th question, mention any 3 advantages of LED
OLED over LED and LCD. OLED, LEDയും LCDയും വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണുള്ളത്? ലൈറ്റ് വെയ്റ്റ്, ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് സബ്സ്ട്രേറ്റ്, ബെറ്റർ പവർ എഫിഷ്യൻസി, കോൾഡ് ലൈറ്റ്നിങ് സോഴ്സ്, ഫാസ്റ്റ് റെസ്പോൺസ് ടൈം, ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ. ഏതെങ്കിലും ഒരു 3 പഠിച്ചു വെക്കുക. ഈ പറഞ്ഞതൊക്കെയാണ് OLEDയുടെ അഡ്വാൻറ്റേജസ്. Then 9th question, give any 3 advantages of dye sensitized solar cells. Dye sensitized solar cellsന്റെ എന്തെങ്കിലും ഒരു 3 advantages ആണ് ചോദിച്ചേക്കുന്നത്. High efficiency, low cost, flexibility, transparency, potential for building integrated photovoltaics. അതിൽ ഏതെങ്കിലും ഒരു 3 അഡ്വാൻറ്റേജ് കൂടെ പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി, ആപ്ലിക്കേഷൻ, അഡ്വാൻറ്റേജസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 3 മാർക്സിന് കൂടുതൽ ചോദിക്കുന്നത്. കാരണം അതൊരു ഫുൾ തിയറി ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട്, ഒരു മൊഡ്യൂൾ ഫുൾ തിയറി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.